ഒരുപാട് പേരുണ്ട്. എനിക്ക് മോനുണ്ട്, മക്കളുണ്ട്, കുഞ്ഞു മോനുണ്ട്, മക്കളുണ്ട്, വീട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചിരിച്ചേ പറ്റത്തുള്ളൂ, അവർക്ക് വേണ്ടി ജീവിച്ചേ പറ്റത്തുള്ളൂ. ഒരുപാട് എന്നെ പോലെ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ചിരിക്കും, ഇനിയും ചിരിക്കും. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ റീലും ചെയ്യും. ഇയാളാണോ ഒരു പള്ളിയിലച്ചൻ? എനിക്ക് ഇയാളെ നല്ല ബഹുമാനമായിരുന്നു, ഇപ്പോൾ കണ്ടുകൂടാ. എന്തൊക്കെ പറഞ്ഞതാണ് ഈ കള്ളക്കൂട്ടങ്ങൾ! ഇപ്പോൾ വന്നിരുന്ന് പ്രാർത്ഥന കൂടാൻ അയ്യോ അയ്യോ നാണം കെട്ടവൾ ആ രേണുവിന്റെ പുറകെ മണപ്പിച്ച് നടക്കുകയാണ്. ഇങ്ങനെയുള്ള കമന്റുകളാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ വരുന്നത്. എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. വിഷയം രേണുസുതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ ഈ ഒരു ചാപ്റ്റർ വിട്ടതാണ്, പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ പറയുകയാണ്. രേണുസുതിയുടെ അസുഖത്തെക്കുറിച്ച് ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അവർക്ക് ക്യാൻസർ ആണ് എന്ന രീതിയിൽ ആദ്യം വാർത്ത വരികയും പിന്നെ അത് ശരിയാണ് എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ യൂട്യൂബർമാരും ഇവരെ എന്താ പറയുക, ഇവർക്ക് എതിരെ വീഡിയോ ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവരെന്തെങ്കിലും തെറ്റ് കാണിക്കുകയോ ഇവരെന്തെങ്കിലും സമൂഹത്തിൽ മോശമായിട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് പ്രതികരിക്കും. ഓക്കെ, എനിക്ക് ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമന്റ് ഒക്കെ ചെയ്തോളുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് ജൂൺ 5-ാം തീയതി ആയിരുന്നു കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം. അന്ന് നടന്ന ചില സംഭവങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, കമന്റ് ബോക്സിൽ നിറയുന്ന ചില കാര്യങ്ങൾ, അതാണ് എനിക്ക് ഇന്ന് പറയാനായിട്ട് ഉള്ളത്, നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസം 5-ാം തീയതി കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് തന്നെ അന്ന് അവിടെ പ്രാർത്ഥന വയ്ക്കുവാൻ അവർ തീരുമാനിക്കുന്നു. ആരുടെ വീട്ടിൽ? കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സുധിലേയത്തിൽ പ്രാർത്ഥന വയ്ക്കാനായിട്ട് രേണുസുതിയും അച്ഛൻ തങ്കച്ചനും കുടുംബവും കൂടെ തീരുമാനിച്ചതിന് ശേഷം അവർ തൊട്ടടുത്ത് കിടക്കുന്ന, ഇവർക്ക് ഭൂമി കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന അദ്ദേഹം ആരെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. രേണു ബിഷപ്പാമ്പെന്ന് വിളിച്ച് അധിക്ഷേപിച്ച അദ്ദേഹത്തെ ഇവർ പോയി സംസാരിക്കുന്നു. അദ്ദേഹത്തോട് പോയി തങ്കച്ചൻ ക്ഷമ ചോദിക്കുന്നു. രേണു പറഞ്ഞിട്ടായിരിക്കണമല്ലോ തങ്കച്ചൻ പോയി അവിടെ പോയി ക്ഷമ ചോദിക്കുന്നത്. ഈ പറയുന്ന തങ്കച്ചനും അതോടൊപ്പം തന്നെ തങ്കച്ചന്റെ മൂത്ത മകളും ഒക്കെ ചേർന്നാണ് പോയി അവിടെ പോയി അച്ഛനോട് കാര്യങ്ങൾ പറയുകയും അച്ഛനോട് ഇതുവരെ ചെയ്തത് ക്ഷമിക്കണമെന്ന് പറയുകയും അച്ഛനോട് ഇവരൊരു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുകയും അവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓക്കെ, അതിൽ തുടർന്നാണ് വിഷയങ്ങൾ ഓരോന്നും നടക്കുന്നത്. എന്തായാലും അന്നത്തെ ആ പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. നമ്മെ ആശ്വസിപ്പിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, വിശേഷാൽ ഈ ഭവനത്തിൽ നിന്ന് വിദൂരങ്ങളായി കഴിയുന്ന പ്രിയപ്പെട്ട മക്കളോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട മകന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും, ഈ പ്രിയ ഭവനത്തോടും നമ്മുടെ ഓരോരുത്തരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആശ്വാസദായകനാം എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളായിട്ട് കൊടുത്ത പ്രിയപ്പെട്ട മകളെ ഓർക്കുന്നു. അവളെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളായിരിക്കുന്ന അറിയുമ്പോൾ എവിടെയായിരുന്നാലും അങ്ങ് അവിടുന്ന് കാവൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലവും ശക്തിയും സമാധാനവും കൊടുത്ത പ്രിയപ്പെട്ടവളെ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രിയപ്പെട്ട കൊല്ലം സുധിയുടെ കുഞ്ഞുങ്ങളെ തിരുസൽ സമർപ്പിക്കുന്നു. കൊല്ലത്തായിരിക്കുന്ന പ്രിയ മകനെ ഓർക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയ പിഞ്ചു കുഞ്ഞിനെ ഓർക്കുന്നു. അങ്ങനെ ഈ പ്രിയപ്പെട്ടവന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ ഭവനത്തിലെ ഓരോരുത്തരെയും ദ്രൂപിൽ സമർപ്പിക്കുന്നു. അന്ന് അവരോടെല്ലാം മനസ്സലിയുമാറാകണം, ബലപ്പെടുത്തുമാറാകണം. അങ്ങ് മുറിക്കുന്നവരും മുറിവ് കെട്ടുന്ന ദൈവമായിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ തലയിലെ ഒരു മുടി താഴെ വീഴണമെങ്കിൽ അത് അങ്ങ് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ തലയിലെ ഒരു തലമുടി താഴെ വീഴണമെങ്കിൽ അല്ലെങ്കിൽ പൊഴിയണമെങ്കിൽ ദൈവം വിചാരിച്ചിട്ടേ നടക്കത്തുള്ളൂ. ആ ഒരു കാര്യവും ഈ പ്രാർത്ഥനയിൽ അച്ഛൻ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന അച്ഛനെ വിഷപ്പാമ്പെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും
പല രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്ത ഒരാളാണ് ഈ പറയുന്ന രേണുസുതി. അദ്ദേഹം ചെയ്തത് ഇവർക്ക് വസ്തു കൊടുത്തു എന്നുള്ള ഒരു കുറ്റം മാത്രമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രേണുസുതിയുടെ അവസ്ഥ അങ്ങനെയല്ല. ഞാൻ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിരുന്നു, എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയായാലും താഴെ വന്നിട്ടേ അതിന് സമ്മാനമുള്ളൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴതുപോലെ തന്നെ രേണുവിന് വന്നിരിക്കുന്ന ഒരു രോഗാവസ്ഥ, അത് വെച്ച് ഞാൻ ഒരിക്കലും കളിയാക്കുകയൊന്നുമല്ല, അതുമൂലം രേണു കുറച്ചൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവകോപം വരുത്തി വെക്കരുതേ എന്ന് അന്നും ഞാൻ പറഞ്ഞിരുന്നു. അന്ന് രേണു ഇതൊന്നും കേൾക്കാതെ രേണുവിന്റെ അഹങ്കാരത്തിന് രേണു പല കാര്യങ്ങളും ചെയ്തു. അന്ന് രേണു ഇതൊന്നും ചിന്തിച്ചില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന്. പല ആൾക്കാരും പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊന്നും പറയരുതേ ചെയ്യരുതേ എന്ന്. എന്നിട്ടും രേണു അതൊന്നും കേട്ടില്ല. എന്തെങ്കിലുമായിട്ട് ഇപ്പോൾ രേണുവിന് ആ ഒരു രോഗാവസ്ഥ വന്നു. ആ രോഗാവസ്ഥയ്ക്കുള്ള ചികിത്സ തുടങ്ങാനായിട്ട് രേണു തയ്യാറാകുകയാണ്. ഈ മാസം 10-ാം തീയതി ബഹറിലാണ് രേണു ബഹറിൽ നിന്ന് വരും. വന്നതിന് ശേഷം രേണു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ എന്നുള്ള കാര്യമാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും തുടർ ചികിത്സയ്ക്ക് അഡ്മിറ്റ് ആവണം, 27-ാം തീയതി എങ്ങാണ്ട് പോയി അഡ്മിറ്റ് ആവണം എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത്. എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ഇങ്ങനെയുള്ള രോഗം ആർക്കും വരരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിക്ക് ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ രോഗം ആർക്കും വരുത്തരുത്. കാരണം സാമ്പത്തികമായും മാനസികമായും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാൻ ഈ പറയുന്ന രേണുവിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും അതല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഷപ്പ് അവിടെ പോയി പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം അവരെ ആശീർവദിച്ചു, അതൊക്കെ ചെയ്തു. പക്ഷേ കമന്റ് ബോക്സ് മൊത്തം ഈ ബിഷപ്പിനെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് മക്കളെ. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കമന്റ് കണ്ടു നോക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കി കമന്റ് കാണിച്ചു തരാം. ഇയാളാണോ പള്ളിയിലച്ചൻ? എനിക്ക് ഇയാളെ നല്ല ബഹുമാനമായിരുന്നു, ഇപ്പോൾ കണ്ടുകൂടാ. എന്തൊക്കെ പറഞ്ഞതാണ് ഈ കള്ളക്കൂട്ടങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു പ്രാർത്ഥന കൂടാൻ. അയ്യോ അയ്യോ നാണം കെട്ടവൾ, ഈ രേണുവിന്റെ പുറകെ മണപ്പിച്ച് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെതിരെയാണ് പറയുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കർത്താവ് പറഞ്ഞത് 7 തൊട്ട് 70 വട്ടം വരെ ക്ഷമിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇവർ ക്ഷമ ചോദിച്ചു, അദ്ദേഹം ക്ഷമിച്ചു. അതോടൊപ്പം തന്നെ സജീന പുള്ളിക്കാരി വന്ന് ബിഷപ്പിന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചു, ബിഷപ്പ് ക്ഷമിച്ചു. ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിന്റെ പുരോഹിതരായിട്ട് നടക്കുന്ന ബിഷപ്പുമാർക്ക് ക്ഷമിച്ചൂടെ? ബിഷപ്പ് ക്ഷമിച്ചു. അത് മാത്രമല്ല തങ്കച്ചൻ പോയി വിളിച്ചു. തങ്കച്ചൻ ഈ ബിഷപ്പിനെ വിളിച്ചു. ആ തങ്കച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കേട്ടു നോക്ക്. തങ്കച്ചൻ തന്നെ പറയുന്നുണ്ട്, ബിഷപ്പിനെ പോയി ഞാൻ വിളിച്ചിരുന്നു, ബിഷപ്പ് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടു നോക്കിയേ. ഞാൻ തിരുമേനി എന്ന് വിളിച്ചായിരുന്നു ബിഷപ്പിനെ. സന്തോഷത്തോടെ വന്ന് പ്രാർത്ഥിച്ചു വന്നുപോയി. ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹവും ഒക്കെ ആയി. പ്രാർത്ഥന ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനാഥ മന്ദിരം വരെ കുഞ്ഞുങ്ങളെ കാണാൻ അവരെ കാണാൻ പോകും. സുധിയുടെ ഈ ഓർമ്മദിനം പ്രമാണിച്ച് ഞങ്ങൾ ചെയ്യുന്നു. പറഞ്ഞു തന്നെ അദ്ദേഹം സന്തോഷത്തോടെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പോയി. ഞങ്ങൾക്ക് അത് അനുഗ്രഹവും സന്തോഷമായി. ഇവര് പോയി ബിഷപ്പിനെ പോയി വിളിച്ചു. ബിഷപ്പ് സന്തോഷത്തോടു കൂടി അവിടെ വന്നു. അവർക്കത് അനുഗ്രഹമായി തീർന്നിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അത് എന്തായാലും നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ കുറെ കമന്റുകൾ കാണിച്ചു തരാം. എൻ്റെ പൊന്നു മക്കളെ, എന്ത് മനുഷ്യരാണെന്നറിയാവോ? എന്തൊക്കെയാണ് ഇവർ എഴുതി വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഞാൻ വായിച്ചേൽപ്പിക്കാം, നോക്കിയേ. അച്ഛൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണും, അതാ ക്ഷമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ്. അതിന് തൊട്ട് താഴെ കറക്റ്റ് ഇങ്ങനെയൊക്കെ തംസപ്പ് ഒക്കെ കൊടുത്ത് കുറെ എണ്ണം കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. നിനക്കൊക്കെ കുറച്ചെങ്കിലും ഉണ്ടോ? എടാ, ഒരാള് സങ്കടത്തിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതയിൽ കിടക്കുമ്പോൾ പിന്നെയും പോയി കുത്തേണ്ട കാര്യമുണ്ടോ? അവർ വന്ന് ക്ഷമ ചോദിച്ചു. അത് ക്ഷമിക്കുവാനല്ലേ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. അത് ക്ഷമിക്കുക. അച്ഛൻ്റെ അടുത്ത് വന്നു, കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ അത് ക്ഷമിച്ചു. സന്തോഷത്തോടു കൂടി ഇവരെല്ലാവരും പോയി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അതിനിപ്പോൾ എന്താണ് തെറ്റ്? എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇനി രേണു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ബിഷപ്പിന്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പോയി ചോദിക്കണം. കാരണം പാപം വലിച്ചു വെച്ചുകൊണ്ട് പോകരുത്. അതായത് ഞാൻ പണ്ടും പറഞ്ഞിരുന്നു, ബിഷപ്പ് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അദ്ദേഹം ഒരു ചെറിയ ഹട്ടുണ്ടാക്കി. അദ്ദേഹത്തിന് വലിയ വീടുകളുണ്ട്, പക്ഷേ അദ്ദേഹം ചെറിയൊരു ഹട്ടുണ്ടാക്കി. അതിൽ പ്രാർത്ഥന മുഖരിതമായിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അതിന് തൊട്ടടുത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തെ തെറി വിളിക്കുകയും അദ്ദേഹത്തെ ബിഷപ്പാമ്പെന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ രേണുവിന് കിട്ടാൻ പോകുന്ന അടി വലുതാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്.
ഒരിക്കലും ഇനി അടി വാങ്ങിച്ചു വെക്കാതെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ക്ഷമ പറയണം, അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് നിരപ്പാകണം. അതാണ് എനിക്ക് പറയാനുള്ളത് രേണുവിനോട്. ഓക്കെ, ഇനി അടുത്ത കമന്റ്. കുറെ കമന്റുകളുണ്ട് കേട്ടോ. അടുത്ത കമന്റ് കണ്ടു നോക്ക്. അച്ഛൻ കൊടുത്ത വീട്ടിൽ നിന്നിറങ്ങാൻ കൽപ്പിച്ച ബ്ലോഗർമാർക്കും കുലസ്ത്രീകൾക്കും മര്യാദ പുരുഷന്മാരും ഇനി എന്ത് ചെയ്യും? അത് നമുക്കിട്ട് താങ്ങുക. കാരണം നമ്മൾ ഏതാണ്ട് പറഞ്ഞ പോലാണ് അത് ഇട്ടിരിക്കുന്നത്. നമ്മളുള്ള കാര്യമാണ് മക്കളെ പറഞ്ഞേ. ഇപ്പൊ അച്ഛൻ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. രേണു പോയി ക്ഷമ ചോദിച്ചാൽ അത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ രേണു പലർക്കും എതിരെ പല കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഓക്കെ, അടുത്തൊരു കമന്റ്. അവൾ എന്തിയെ ഫിൽട്ടർ സുന, ഈ ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് വിളിച്ചവളല്ലേ? അച്ഛനെ വരെ അവൾ മയക്കിയെടുത്തോ? അച്ഛന്റെ മനസ്സ് നീ കാണടി. അദ്ദേഹം ക്ഷമ ഉള്ളത് കൊണ്ട് അല്ലേ നിന്റെയൊക്കെ വീട്ടിൽ വന്നത്? അദ്ദേഹത്തിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കൂ ഫിൽട്ടർ സുന. ഇത് അവരുടെ ആ വികാരം കൊണ്ട് എഴുതിയൊരു കമന്റാണ്. കാരണം അങ്ങനെ നീ കാലിൽ വീണ് ക്ഷമ ചോദിക്കേണ്ട രീതിയിലാണ് നീ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തോട് പോയി കാര്യം പറഞ്ഞ് ക്ഷമ പറഞ്ഞാൽ മാത്രം മതി. അല്ല കാലിൽ വീഴണമെന്നൊന്നും ഇല്ല. ദൈവത്തോടും പറയുക, ഞാൻ എൻ്റെ വാ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായി പോയി എന്നുള്ള കാര്യം ദൈവത്തോടും അദ്ദേഹത്തോടും ക്ഷമ പറയുക എന്നുള്ളത് രേണു ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തത് ബിഷപ്പിനെതിരെ പറഞ്ഞ വേറൊരു കമന്റ് ആണ്. ഷെറിൻ എന്ന് പറഞ്ഞ ഒരാള്, കഷ്ടം തന്നെ അച്ഛ, താങ്കളെയല്ലേ അവൾ പച്ചയ്ക്ക് വലിച്ചു കീറിയത് പരസ്യമായി. ആയിക്കോട്ടെ, എല്ലാവരെയും വലിച്ചു കീറുന്നുണ്ട്. പക്ഷെ ക്ഷമ എന്നുള്ള ഒരു കാര്യവും ക്ഷമിക്കുക എന്നുള്ള ഒരു കാര്യവും ഉള്ളത് കൊണ്ട് തന്നെ ബിഷപ്പ് അവിടെ പോയതിനോട് തെറ്റൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചിലപ്പം വികാരമായിരിക്കാം. പക്ഷേ എങ്കിൽ അദ്ദേഹം അവിടെ പോയതിനോട് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു കമന്റ്. ഇയാളെ അല്ലേ രേണു ബിഷപ്പാമ്പ് എന്ന് വിളിച്ചത്? ചിരിച്ച് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്. ഈ മനുഷ്യന് നാണമില്ലേ? ഈ മനുഷ്യനെയല്ലേ അവളും അവളെ പോലെ തന്നെ വിവരമില്ലാത്ത അവളുടെ കൂട്ടുകാരിയും പച്ചത്തെറി പറഞ്ഞ് കളിയാക്കിയത്? ഇത് കുറച്ച് കൂടി പോയി ദൈവപുത്ര. അതിന് തൊട്ട് താഴെ സത്യം, നാണം കെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിഷപ്പിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് ബിഷപ്പ് ഇവിടെ ചെയ്തത് തെറ്റ്? ഇവിടെ കൂട്ടുകാരി പറഞ്ഞു, കൂട്ടുകാരിയും അച്ഛനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരി അവിടെ പോയി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി പോയി മാപ്പ് ചോദിച്ചു. ബിഷപ്പ് മാപ്പ് കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ രേണുവിന്റെ വീട്ടുകാര് ബിഷപ്പിന്റെ അടുത്ത് പോയി മാപ്പ് ചോദിച്ചു, ക്ഷമ പറഞ്ഞു അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. ഇനി രേണു ബഹറിൻ വരുമ്പോൾ രേണു പോയി മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രേണു തന്നെയാണ് രേണുവിന്റെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഈ ഒരു വാർത്തകളൊക്കെ ഇട്ടിരുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ കാണേണ്ടത് കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം. ഈ രേണു സുധിയെ വീഡിയോ കോൾ വിളിച്ച് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു തങ്കച്ചൻ. ആ സമയത്ത് രേണു സുധി കരയുന്നതായിട്ട് എല്ലാവരും കണ്ടു. അതിനെ കുറെ പേരെടുത്ത് കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഒരു സൈഡിൽ കരച്ചില്, ഒരു സൈഡിൽ ഡാൻസ് എന്ന രീതിയിൽ. ഓക്കെ, അതിനെക്കുറിച്ച് രേണു സുധി ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടെ. ഇന്നലെ കരച്ചിൽ, ഇന്ന് കൂത്ത്, അല്ലെങ്കിൽ ഇന്ന് ഡാൻസ്. ശരിയാണ്, എന്നും നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ. ഞാൻ എന്നും കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ നഷ്ടമായേനെ. അപ്പം എനിക്കങ്ങനെ ഞാൻ പൊരുതി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾ കളിയാക്കി പറഞ്ഞോട്ടെ, എനിക്കതൊന്നും വിഷയമല്ല, എന്നെ ബാധിക്കുന്ന കേസല്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നലെ കരച്ചിൽ ശരിയാണ്. ജൂൺ 5 ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അവിടെ ഒന്നാമത്തെ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം അത് ഞാൻ കരച്ചിലൂടെ അത് തീർത്തെടുത്തു. മനസ്സിലായോ? അന്ന് പറഞ്ഞ് എന്നും ജൂൺ 5 എന്ന ദിവസം 3 വർഷം മുന്നേ അന്ന് തൊട്ട് ഇന്ന് വരെ കരയാനിരുന്ന മക്കളെ ഞാൻ വീട്ടിൽ ഇരുന്ന് കരയത്തേ ഉള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് മോനുണ്ട്, മക്കളുണ്ട്, കുഞ്ഞു മോനുണ്ട്, മക്കളുണ്ട്, വീട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചിരിച്ചേ പറ്റത്തുള്ളൂ. അവർക്ക് വേണ്ടി ജീവിച്ചേ പറ്റത്തുള്ളൂ. ഒരുപാട് എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ചിരിക്കും, ഇനിയും ചിരിക്കും. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ രേണുവിന്റെ സന്തോഷത്തിന് വേണ്ടി രേണു ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞില്ലേ എന്നെ പോലെ കുറെ പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊക്കെ. ഈ സംഭവം തന്നെ കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി രേണുവിനില്ലാതെ പോയോ? അന്ന് ജാലൻ ജോസ് പെരേരയും നിർത്തിക്കൊണ്ട് ഡാൻസ് കളിച്ചത് അന്നില്ലായിരുന്നോ ഈ സങ്കടം, കരച്ചില്? അപ്പം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് ജനങ്ങൾ കാണുന്നതാണ്. പിന്നെയും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടും, അതായത് ഞാൻ കരഞ്ഞു എന്ന് എനിക്കിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ശേഷവും നിങ്ങളുടെ ആ അഴിഞ്ഞാട്ട വീഡിയോ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെയും നിങ്ങൾ ഇതുപോലെ പുക്കിള് കാണിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാല് കാണിക്കുക, വയറ് കാണിക്കുക, അവിടെ കാണിക്കുക, ഇവിടെ കാണിക്കുക, അങ്ങനെ കാണിച്ചുള്ള വീഡിയോകൾ പിന്നെയും ഇടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിക്കൂ. അതായത് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക പാട്ട് പാടാനുള്ള കഴിവുണ്ട്, അഭിനയിക്കാനുള്ള കഴിവില്ലെങ്കിലും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് കാണിച്ച് നിങ്ങൾ ജീവിക്കുക.
അല്ലെങ്കിൽ ഇനോഗ്രേഷന് പോയിട്ട് ഇനോഗ്രേഷൻ ചെയ്യുക. ഇനി സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങളുടെ ആ തോന്നിവാസങ്ങളൊന്നും കാണിക്കാതിരിക്കുക. കാല് കാണിക്കുന്നതും അതോടൊപ്പം തന്നെ നാക്കിട്ട് അനക്കുന്നതും പിന്നെ കാണിക്കുന്നതും അവിടെ ഇവിടെയും കാണിക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ച് മറ്റുള്ളവരോട് ബഹുമാനം കാണിച്ച് ഇനിയേലും ഒന്ന് അടങ്ങി ജീവിക്കും. പിന്നെ നിങ്ങൾ അവിടെ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ബിഷപ്പിൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കും. പിന്നെ നിങ്ങൾ കുറേ പേരോട് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ താജുദ്ദീനൊക്കെ തന്തയ്ക്ക് വിളിച്ചു, അദ്ദേഹമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ്. മറുനാടൻ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഫിറോസിനെ, അങ്ങനെ തുടങ്ങി നിങ്ങൾ പറയാത്തവരാരുമില്ല. എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ചികിത്സ തുടരെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇനിയും വന്ന് ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ അസുഖത്തെ ഓർത്ത് ആരും മിണ്ടാതിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ട വീഡിയോകൾ ഇനി ഇടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും ഇങ്ങനെ ഒരു അസുഖം വരുത്തരുത് എന്ന് ഞാൻ ദൈവത്തോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും